What is the last thing you searched online? കടച്ചോനെ ഈ സെഗ്മെന്റ് എന്നെ ഫെയിൽ സത്യം എനിക്ക് ടൈപ്പ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. മനസ്സിലാവില്ല എനിക്ക് വായിച്ച. എനിക്ക് അതിന്റെ ഒരു കണക്ഷൻ കിട്ടില്ല. ഇത് എന്താ എവിടെയാ പറയുന്നത്? കമന്റ്സ് ഒക്കെ വരുന്നത് വായിക്കില്ല. എന്തേലും പറഞ്ഞത് ആൾക്കാർക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് ഇട്ടാൽ മതി. ഇൻസ്റ്റാഗ്രാമിലും എനിക്ക് മെസ്സേജ് വരുമ്പോൾ ഞാൻ പ്ലേ എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ വോയിസ് നോട്ട് അയക്കാറ്. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ എന്തൊക്കെ ഫുഡ് ഇൻഗ്രീഡിയൻസ്? ഹോട്ട് ചില്ലി പൗഡർ, സാമ്പാർ പൗഡർ, രസർ പൗഡർ, പെപ്പർ, ടർമറിക് പൗഡർ, കശ്മീരി ചില്ലി പൗഡർ, കൊണ്ടാട്ട മുളക്. ഇതൊക്കെ എന്നിട്ട് അവിടെ പോയിട്ട് സ്മൂത്തി ആണല്ലോ ഉണ്ടാക്കണം. അതൊക്കെ അവിടെ പോയി ഉണ്ടാക്കും. വല്ലപ്പോഴും ഉണ്ടാക്കും. 500 ഗ്രാം നെയ്യ് വാങ്ങിയിട്ട് 25 യൂറോ എന്നിട്ട് വിഷ്ണു ബില്ല് നോക്കി തിരിച്ചുകൊണ്ട് റിട്ടേൺ ചെയ്തു. What's the most recent song you listen? ഞാൻ പാട്ട് കേൾക്കാറില്ല. ജിമ്മിൽ ഓടുമ്പോഴും ആൾക്കാരൊക്കെ വിചാരിക്കും മറ്റേ ഭയങ്കര ഇൻസ്പിറേഷണൽ സോങ് അതൊന്നുമല്ല. അതൊക്കെ ഇട്ടിട്ടായിരിക്കും ഞാൻ ഓടുന്നത്. ഇന്നത്തെ വ്ളോഗ് ഉണ്ടോ? ഇന്നത്തെ വ്ളോഗില്ല. കാണാറുണ്ട് എന്തായിരുന്നു ഇന്നത്തെ ഫീലിങ്സ്. ഒരു ദിവസം എത്ര വീഡിയോസ് എടുക്കും? ഒരു വീഡിയോ സാറ്റർഡേ സൺഡേ ഞാൻ എനിക്ക് ഓഫ് കൊടുക്കും. കാരണം ഞാൻ തന്നെയാണല്ലോ എൻ്റെ ബോസ്. ഇനിയൊരു ചെറിയൊരു സെഗ്മെന്റ് ഉണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ഇത്ര നേരം നമ്മളെ ലൈഫ് അത് ഇതൊക്കെയാണ് സംസാരിച്ചത്. നമ്മൾ കുട്ടി കുട്ടി തമാശകളാണ് കേട്ടോ. ഓക്കെ, വാട്ട്സ് ഇൻ യുവർ ഫോൺ? അതാണ് സെഗ്മെന്റ്. സോ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട്സ് ദ ലാസ്റ്റ് ഫോട്ടോ യു ടുക്ക്? ഞാൻ ഫോട്ടോസ് എടുക്കുന്നത് കുറവാണ്, വീഡിയോ മതിയോ? കാരണം സീരിയസ്ലി? ഓക്കെ, എന്നാ വീഡിയോ. ലാസ്റ്റ് വീഡിയോ ഞാൻ എടുത്തതോ ഇന്നലെ വിഷ്ണുവിന്റെ വീട്ടിൽ നിന്ന് വന്നതിന് ശേഷം എന്റെ വ്ളോഗ് എൻഡ് ചെയ്ത വീഡിയോ. ഇന്ന് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ദിവസമായിരുന്നു. കാരണം ഞാൻ അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഉണ്ടോ? ഇന്നത്തെ വ്ളോഗില്ല. കാണാറുണ്ട് എന്തായിരുന്നു ഇന്നത്തെ ഫീലിങ്സ്. ഇന്ന് എന്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവാത്തോണ്ട് ഞാൻ വ്ളോഗ്. ഓക്കെ, ഇനി വാട്ട്സ് ദ മോസ്റ്റ് റീസെന്റ് സോങ് യു ലിസൺ ടു? ഞാൻ പാട്ട് കേൾക്കാറില്ല. സീരിയസ്ലി? എനിക്കറിയില്ല, ഞാൻ പാട്ട് കേൾക്കാം. ഞാൻ 90s ഏതെങ്കിലും പാട്ട് കേൾക്കാറുണ്ടെങ്കിൽ അത് കേൾക്കാം. ഒരു രാജമല്ലി അതൊക്കെ കേൾക്കാറുണ്ടെങ്കിലേ ഉള്ളൂ. ഈ ജിമ്മിൽ ഓടുമ്പോഴും ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ച റീലായിരുന്നു. ആൾക്കാരൊക്കെ വിചാരിക്കും മറ്റേ ഭയങ്കര ഇൻസ്പിറേഷണൽ സോങ് അതൊന്നുമല്ല. അതൊക്കെ ഇട്ടിട്ടായിരിക്കും ഞാൻ ഓടുന്നത്. ഫണ്ണിയല്ല, നമ്മുടെ 90s ഭയങ്കര അടിപൊളിയായിട്ടുള്ള സോങ് അല്ലേ, അങ്ങനത്തെ പാട്ടുകളാണ്. ഞാൻ പൊതുവേ ഒട്ടും പാട്ട് ലിസൺ ചെയ്യാത്ത ഒരാളാണ്. എനിക്കതുകൊണ്ട് ഒരു പാട്ട് ഞാൻ അറിയണമെന്നുണ്ടെങ്കിൽ അത് ഇൻസ്റ്റാഗ്രാമിൽ വൈറലാവണം, അല്ലാതെ ഞാൻ അറിയില്ല. ഈ മൂവീസ് കാണാറില്ല? അപ്പൊ മൂവീസ് കാണാറുണ്ട്. ഓക്കെ, വാട്ട് ഈസ് ദ ലേറ്റസ്റ്റ് മെസ്സേജ് ഇൻ യുവർ ഇൻബോക്സ്? എനിക്ക് അയച്ചതാണോ ഗ്രൂപ്പിൽ വന്നതാണോ? ഗ്രൂപ്പിൽ വെരി ക്യൂട്ട് എന്നുള്ളൊരു മെസ്സേജ് കാണാം. ഗ്രൂപ്പ് വേണ്ട, ഞാൻ ഗ്രൂപ്പ് തുറക്കാറില്ല. ലേറ്റസ്റ്റ് ആയിട്ട് അതിന് മുന്നേ എനിക്ക് ശ്രീ അയച്ച മെസ്സേജ് ആയിരുന്നു, നിങ്ങൾ 20 മിനിറ്റിൽ ഇവിടെ എത്തുന്നു പറഞ്ഞു. ശ്രീലാൽ വേറെ പാടിയില്ലേ ഇവന്? വിളിച്ചു പറഞ്ഞവരെ എന്തിനാ മെസ്സേജ് ചെയ്യുന്നത്? ഓക്കെ, അടുത്തത്, വാട്ട്സ് ദ മോസ്റ്റ് യൂസ്ഡ് ആപ്പ് ഇൻ യുവർ ഫോൺ? ഇൻസ്റ്റാഗ്രാം. അപ്പൊ യൂട്യൂബ് അല്ല? ഇൻസ്റ്റാഗ്രാമ കുറച്ചും കൂടെ ഞാൻ സ്ക്രോൾ ചെയ്യാറ്, അല്ലെങ്കിൽ ഇൻഷോട്ട് ആയിരിക്കും എഡിറ്റ് ചെയ്യാനുള്ള. അപ്പൊ ഈ ഒരു ദിവസം എത്ര വീഡിയോസ് എടുക്കും? ഒരു ദിവസം ഒരു വീഡിയോ അങ്ങനെയാണോ പ്ലാൻ ചെയ്തേക്കണേ? അപ്പൊ ഒരാഴ്ച 7 വീഡിയോസ് അങ്ങ് ഇടും. സാറ്റർഡേ സൺഡേ ഞാൻ എനിക്ക് ഓഫ് കൊടുക്കും. കാരണം ഞാൻ തന്നെയാണല്ലോ എൻ്റെ ബോസ്. സാറ്റർഡേ സൺഡേ ഓഫ് കൊടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ റുട്ടീൻസ് എന്നൊക്കെ കുറച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് ബ്രേക്ക് എടുക്കും. പിന്നെ ലോങ് വീഡിയോസ് ആണ് ആ സമയം ഞാൻ എടുക്കുക. പക്ഷെ എനിക്ക് എപ്പോഴും എന്തെങ്കിലും ഇങ്ങനെ എഡിറ്റ് ചെയ്തോണ്ടിരിക്കണം. യു എഡിറ്റ് അല്ലേ സ്വന്തമായിട്ട്? നൈസ്. ഓക്കെ, അടുത്തത്, വാട്ട് ഈസ് ദ ലാസ്റ്റ് തിങ് യു സെർച്ച്ഡ് ഓൺലൈൻ? കടച്ചോനെ ഇന്നലെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടായിരുന്നു. അല്ല, ആമസോണിൽ സെർച്ച് ചെയ്തായിരുന്നു. ഞാൻ ഇവിടെ ഡോർ തുറന്നപ്പോ നമ്മുടെ ബാഗ് അത്ര ഓർഗനൈസ്ഡ് ആയിട്ടല്ല ഇരിക്കുന്നത്. അപ്പൊ അത് ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന 1-2 ഹാങ്ങേഴ്സ് ഞാൻ സെർച്ച് ചെയ്തിട്ട് ഓർഡർ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി വാട്ട് ഈസ് ദ വിയർഡസ്റ്റ് ഓട്ടോ കറക്റ്റ് ഓൺ യുവർ ഫോൺ? മെസ്സേജ് അയക്കാറില്ല, ഞാൻ വോയിസ് നോട്ട് എപ്പോഴും അയക്കാറ്. സത്യം എനിക്ക് ടൈപ്പ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. ഈ സെഗ്മെന്റ് അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചു മടിയുള്ള കാര്യം എന്താണ്? അപ്പൊ എന്തുകൊണ്ട് പറഞ്ഞില്ല? ടൈപ്പ് ചെയ്യാറില്ലെന്നേ ഉള്ളൂ. കൃത്യമായി ഞാൻ എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ വോയിസ് നോട്ടിൽ അയക്കും. അല്ല, 2 റീസൺ ഉണ്ട്. മേ ബി അത് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ കറക്റ്റ്. എനിക്ക് ഒട്ടും അറിയാത്ത ഇൻസ്റ്റാഗ്രാമിലും എനിക്ക് മെസ്സേജ് വരുമ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ഒരാൾക്ക് റിപ്ലൈ ചെയ്യണം തോന്നുകയാണെങ്കിൽ ഞാൻ വോയിസ് നോട്ട് അയക്കാറ്. എനിക്ക് ടൈപ്പ് ചെയ്ത് അയക്കുന്നത് മടിയുള്ള കാര്യം ഇപ്പോൾ ഞാൻ പറഞ്ഞ എനിക്ക് വായിക്കാൻ പറ്റില്ല. മടിയാണ്. മനസ്സിലാവില്ല എനിക്ക് വായിച്ചാ. എനിക്കതിന്റെ ഒരു കണക്ഷൻ കിട്ടില്ല. ഇത് എന്താ എവിടെയാ പറയുന്നത്? കമന്റ്സ് ഒക്കെ വരുന്നത് വായിക്കില്ല. വലിയ കമന്റ്സ് വരുന്നത് എനിക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടാണ്. എനിക്ക് കിട്ടില്ല അങ്ങോട്ട് മുഴുവൻ. ഒരു ചെറുതൊക്കെ ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് എൻ്റെ ഈ സ്വഭാവം എൻ്റെ
വ്യൂവേഴ്സിന് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് എനിക്ക് വോയിസ് നോട്ടാണ് പകുതി ആൾക്കാർ. ക്യൂട്ട്. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് ദ മോസ്റ്റ് എംബാരസിംഗ് ഫോട്ടോ ഓൺ യുവർ ഫോൺ? എംബാരസിംഗ് ഫോട്ടോ എന്നൊക്കെ സെർച്ച് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ എല്ലാവരും ബിയേർഡ് സെൽഫി ഒക്കെ ആയിരിക്കും, ചിലപ്പോ മുഖമൊക്കെ ബ്ലറായി അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഇതിൽ ഇത്രയും ഫോട്ടോ ഉണ്ട്, 1 TB. ഇതിൽ ഏതാണ് ഞാൻ സെലക്ട് ചെയ്ത്? എനിക്ക് മെമ്മറി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഞാനത് ഒട്ടും ഡിലീറ്റ് ചെയ്യില്ല. ഓരോ എൻ്റെ ചുറ്റുമുള്ള എല്ലാ ആൾക്കാരുടെയും ഫേസ് വെച്ചിട്ടുള്ള മെമ്മറീസ് എൻ്റെ ചുറ്റുമുണ്ട്, കണ്ടോ? അപ്പൊ എനിക്കത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരായിട്ടുള്ള എൻ്റെ ഓർമ്മകൾ. ആണല്ലേ? ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയട്ടോ എൻ്റെ ഫോൺ സ്പേസോ. കുറച്ച് കാലം കഴിഞ്ഞ ആൾക്കാർ നമ്മുടെ ഒപ്പം അല്ലെങ്കിലും ഈ ഫോട്ടോസ് കാണുമ്പോൾ നമുക്ക് അവർ നമ്മുടെ ഒപ്പം തോന്നില്ലേ? ഓക്കെ, അടുത്തത് വാട്ട് ഈസ് ദ ലാസ്റ്റ് വീഡിയോ യു വാച്ച്ഡ്? ഓൺ യൂട്യൂബ്. ഓക്കെ, ആ വീഡിയോ ആണ് ലാസ്റ്റ്. നല്ല രസമുണ്ടായിരുന്നു മോൾ ഡാൻസ് കളിക്കുന്നത്, ഞാനും കണ്ട വീഡിയോ. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് ദ മോസ്റ്റ് റീസെന്റ് സ്ക്രീൻഷോട്ട് യു ടുക്ക്? സ്ക്രീൻഷോട്ട് അല്ല, സ്ക്രീൻ റെക്കോർഡിംഗ് ആണ് ഞാൻ അധികം എടുക്കാറ്. ഇതൊക്കെ നേരെ തിരിച്ചു. ഞാനെന്റെ ഫോണിൽ സ്ക്രീൻ റെക്കോർഡിംഗ് എടുക്കാറ്. സ്ക്രീൻഷോട്ട്സ് എടുത്തിട്ടുള്ളത് സ്ക്രീൻഷോട്ട് ഇല്ലേ, അത് അപൂർവമാണ് കേട്ടോ ആക്ച്വലി. അതെന്നെ ബാക്കിൽ ഒരു ടാപ്പ് കിട്ടിയപ്പോ പക്ഷേ വാട്സാപ്പിന്റെ സ്ക്രീൻഷോട്ട് അറിയാതെ എടുത്തു പോയതാണ്. എല്ലാവർക്കും അങ്ങനെയാണ്, വെറുതെ കുറച്ച് സ്ക്രീൻഷോട്ട് കയ്യിലുണ്ടാവും. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് ദ സ്ട്രേഞ്ചസ്റ്റ് തിങ് ഇൻ യുവർ നോട്ട്സ് ആപ്പ്? നോട്ട്സിലോ? നോട്ട്സിൽ ഇഷ്ടം പോലെ സാധനമുണ്ട്. എൻ്റെ ഈ മാസം ഞാൻ ചെയ്യേണ്ട ലോങ് വീഡിയോസ് ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. തിങ്സ് ടു പർച്ചേസ്, അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഓരോരോ ആൾക്കാർക്ക് എന്താണ് വാങ്ങിക്കേണ്ടതെന്നുള്ള കറക്റ്റ് നോട്ട് ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ എന്തൊക്കെ ഫുഡ് ഇൻഗ്രീഡിയൻസ് ആണ് നോക്കിയേക്കുന്നത്? ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പൊതുവെ പൊടികളെല്ലാം കൊണ്ടുപോകാറുണ്ട്. ഭയങ്കര എക്സ്പെൻസീവ് ആണ് അവിടെ പൊടികൾ. സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നെയ്യ് വാങ്ങിച്ചിട്ട് 500 ഗ്രാം നെയ്യ് വാങ്ങിയിട്ട് 25 യൂറോ വന്നിട്ട് വിഷ്ണു ബില്ല് നോക്കി തിരിച്ചുകൊണ്ട് റിട്ടേൺ ചെയ്തു. 25 യൂറോ എന്ന് പറഞ്ഞാൽ 2000 രൂപയോ? അപ്പൊ അത് നമ്മൾ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. പെപ്പർ, ടർമറിക് പൗഡർ, കശ്മീരി ചില്ലി പൗഡർ, ഹോട്ട് ചില്ലി പൗഡർ, സാമ്പാർ പൗഡർ, രസർ പൗഡർ, കൊണ്ടാട്ടമുളക്. സ്മൂത്തി ആണല്ലോ ഉണ്ടാക്കണം, അതൊക്കെ അവിടെ പോയി ഉണ്ടാക്കുമോ? വല്ലപ്പോഴും ഉണ്ടാക്കും. വല്ലപ്പോഴും അല്ല, പലപ്പോഴും ഉണ്ടാക്കും. അങ്ങനത്തെ നമ്മുടെ പൊടികൾ, ഉണക്ക ചെമ്മീൻ, ഉണക്കമീൻ. പിന്നെ പോണല്ലേ വരാൻ പോണേ. പിന്നെ പോയി കഴിഞ്ഞാൽ 1.5 കൊല്ലം നമ്മൾ അവിടെ ഇല്ലേ, അപ്പൊ അതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ഫ്രീസ് ചെയ്യും, എയർ ടൈറ്റ് കണ്ടെയ്നറിൽ. അങ്ങനെയൊക്കെ ചെയ്യില്ല. അപ്പൊ എത്ര ക്വാണ്ടിറ്റി വാങ്ങും പിന്നെ 1.5 വർഷം കഴിഞ്ഞിട്ട് വരുള്ളൂ? ഞാനിപ്പോ മഞ്ഞപ്പൊടി ഒന്നും നമുക്ക് അത്ര അധികം വേണ്ടല്ലോ, മുളക് പൊടി പിന്നെ ഇടയ്ക്ക് അച്ഛൻ കൊറിയർ ചെയ്ത് തരും. കൊറിയർ ചെയ്യാൻ ഭയങ്കര പൈസ അല്ലേ? പോസ്റ്റൽ വഴിയാണ് ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്, അത്ര എക്സ്പെൻസീവ് അല്ല. പിന്നെ അച്ഛന് ഞാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അച്ഛന് ഫീൽ കിട്ടട്ടെ ഒരു മോളുണ്ട്. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് ദ ഫണ്ണിയസ്റ്റ് മീം ഓൺ യുവർ ഫോൺ? മീം ഉപയോഗിക്കാറില്ല. സ്റ്റിക്കേഴ്സ് ഉണ്ടാവും? സ്റ്റിക്കേഴ്സ് ഉപയോഗിക്കാറില്ല. വാട്സ്ആപ്പ് സ്റ്റിക്കേഴ്സ് ഇല്ലേ? ഞാനൊക്കെ എൻ്റെ സ്വന്തം സ്റ്റിക്കർ വെക്കാറുണ്ട്. വാട്ട്സ് ദ ഓൾഡസ്റ്റ് അലാം സെറ്റ് ഓൺ യുവർ ഫോൺ? കുറെ അലാം സെറ്റ് ഉണ്ടാവും. ഞാൻ ഡെയിലി ഒരു ദിവസത്തിൽ 10 മിനിറ്റ് ഒക്കെ ഉറങ്ങും. 10 മിനിറ്റ് ഉറങ്ങും? പവർ നാപ്പ് എടുക്കും? എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു 10 മിനിറ്റ് ഉറങ്ങണം. അപ്പോൾ ഞാൻ അലാം വെക്കും 10 മിനിറ്റിന്. അപ്പം അങ്ങനത്തെ അലാംസ് ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും. 12:05, 12:20, 12:30, 12:45 അങ്ങനെ. അത് ഞാൻ എപ്പോഴാണ് ഉറങ്ങണേന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ വെക്കും. നൈസ് ഐഡിയ. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് ദ മോസ്റ്റ് യൂസ്ഡ് ഇമോജി ഓൺ യുവർ ഫോൺ? അതെങ്കിലും പ്ലീസ്. ഇങ്ങനെ ഇരിക്കണ ഇമോജി ഇടാറുണ്ട്. അല്ല, സംടൈംസ് യു ഡോണ്ട് വാണ്ട് ടു ലൈക്ക് വോയിസ് നോട്ട് അയക്കാൻ തോന്നില്ലല്ലോ. എനിക്ക് വോയിസ് നോട്ട് അയക്കാൻ കുഴപ്പമില്ല. അധികം നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴായിരിക്കും ആൾക്കാർ മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് വോയിസ് നോട്ട് അയക്കാൻ എളുപ്പം. അപ്പോൾ അധികം യൂസ് ചെയ്യുന്ന ഇമോജി പക്ഷെ എങ്ങനെയാണ് എക്സ്പ്രഷൻ കാണിച്ചത്? ഇങ്ങനെയുള്ള അതാണ്. എനിക്ക് എന്തെങ്കിലും പറഞ്ഞത് ആൾക്കാർക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്നും ഇട്ടാൽ മതി. അത് ശരിയാ. ഓക്കെ, വാട്ട്സ് ദ ലാസ്റ്റ് വോയിസ് മെസ്സേജ് യു സെൻഡ് ഓർ റിസീവ്ഡ്? ഞാൻ നാട്ടിലോണ്ടൊരു ഒഴിച്ചിലെടുക്കണം എന്നുണ്ടായിരുന്നു, അത് അന്വേഷിക്കാൻ മാം അടുത്ത് ഞാൻ പറഞ്ഞതായിരുന്നു. അപ്പൊ മാം അന്വേഷിച്ചിട്ടുള്ള എവിടെ അന്വേഷിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞതാ. അത്രേ ഉള്ളൂ.